സംസ്ഥാന മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരായി കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇടതുമുന്നണിയിലെ മുൻധാരണ പ്രകാരമാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ഗണേഷ് കുമാറിന് ഗതാഗതവും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖവും തന്നെ ലഭിച്ചേക്കും എന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനമെടുക്കുകയും ചെയ്യും. എന്നാൽ കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കാര്യമായ പരാതികളില്ലാതെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ മന്ത്രിസഭാ പുനഃസംഘടന. വലിയ വിവാദങ്ങൾക്ക് സാധ്യതയുള്ള രണ്ട് വകുപ്പുകൾ കെ.ബി. ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും. സർക്കാർ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം വെടിപ്പായി ചെയ്തു തീർക്കുമെന്നായിരുന്നു നിയുക്ത മന്ത്രിമാരുടെ ആദ്യ പ്രതികരണം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭാ പുനഃസംഘടന മന്ത്രിസഭാ രൂപീകരണ സമയത്തെ ധാരണയാണ്. നവംബർ അവസാനം നടക്കേണ്ട പുനഃസംഘടന നവകേരള സദസ്സ് കാരണമാണ് നീട്ടിവെച്ചത്. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചു. ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറക്കമെന്ന് മന്ത്രിമാർ. ഇനി തുടർന്ന് ഞാൻ MLA എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ എനിക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം നൽകിയ പിന്തുണയ്ക്ക്, പ്രോത്സാഹനത്തിന്, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതു മുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു MLA എന്ന നിലക്ക് കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയ്ക്ക് സംസ്ഥാന തലത്തിലും പ്രവർത്തന രംഗത്ത് സജീവമായി. 29 വൈകിട്ട് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കും. പരമാവധി കക്ഷികളെ പരിഗണിക്കുക എന്നതാണ് മുന്നണി തീരുമാനമെന്നും വകുപ്പുകൾ മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി, 2 കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും, എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റൂ. വകുപ്പ് കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കാറില്ല. വകുപ്പുകൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഗതാഗതം കിട്ടിയാൽ KSRTCയെ പരമാവധി നന്നാക്കാൻ ശ്രമിക്കുമെന്ന് കെ.ബി. ഗണേഷ് കുമാർ. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കും. സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി കഴിയുമ്പോൾ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ അയവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികൾ ജോലി ചെയ്യും, അവരുടെ വെൽഫെയർ ഞാൻ നോക്കും. ഭരണം MDയും മന്ത്രിയൊക്കെ നടത്തും. തൊഴിലാളികളുടെ നേതാക്കൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കും. ആ വിഷയങ്ങളിൽ സ്നേഹത്തോടെയുള്ള സമീപനം ഉണ്ടാവും. പക്ഷേ ഭരിക്കുന്നത് തൊഴിലാളി യൂണിയൻ ആയിരിക്കില്ല. മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന ചുമതലകൾ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അത് ഏത് വകുപ്പുകളായിരുന്നാലും ആ വകുപ്പിനോടും ഗവൺമെൻറ്റിനോടും പൂർണ്ണ മനസ്സോടുകൂടി നീതി പുലർത്തുക, സത്യസന്ധതയും വിശ്വാസ്യതയും പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ സമീപനം, കാഴ്ചപ്പാട്. എന്നാൽ പ്രതിപക്ഷം ഇടഞ്ഞു നിൽക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 29 നടക്കുന്ന സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. കെ.ബി. ഗണേഷ് കുമാറിന് KSRTCയിലെ പ്രതിസന്ധി തലവേദനയാകും. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിംഗ് ആയിരിക്കും പ്രധാന വെല്ലുവിളി. അവശേഷിക്കുന്ന എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സിൽ മുഖം മിനുക്കിയായിരിക്കും മന്ത്രിസഭ എത്തുക. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. G. സുകുമാരൻ നായരുമായി അദ്ദേഹം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിൻ്റെ വിവരങ്ങളിലേക്ക് പിന്നീട് വരാം. മുന്നണി ധാരണ പ്രകാരം മന്ത്രിസഭയിലെ മാറ്റം തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് LDFന് വലിയ ആശ്വാസമാണ്. മുന്നണി ബന്ധം ശക്തമായി തന്നെ നിലനിർത്താൻ ഇതിലൂടെ കഴിയും എന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. വിഴിഞ്ഞം സമരവും KSRTCയിലെ ശമ്പള പ്രതിസന്ധിയും രണ്ടാം പിണറായി സർക്കാരിനെ പലവട്ടം പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഗതാഗത തുറമുഖ വകുപ്പുകളിലെ ഈ മാറ്റം LDF സർക്കാരിന് ഗുണം ചെയ്യുമോ എന്നായിരുന്നു ഇന്ന് 24 പൊതുജനങ്ങളോട് ചോദിച്ചത്. കേൾക്കാം ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. 2.5 വർഷം ആവാൻ ഇനി 3 ദിവസം കൂടെ ഉള്ളു. 3 അല്ല 4 ദിവസം കൂടെ ഉള്ളു.
ഇത് ഒരിക്കലും രക്ഷപ്പെടില്ലാത്തതാണ്. ഒന്നും നേടാനില്ല. അതുകൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടുള്ള ഒരു ആസൂത്രണമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പുതിയ മന്ത്രിമാർ വന്നതിൻ്റെ പേരിൽ ഈ സർക്കാരിനുണ്ടാകും ഒരു ഗുണവും ഉണ്ടാവില്ല. പക്ഷേ സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് മാറ്റം വരണം. ജനങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികളും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാവേലി സ്റ്റോർ വഴിയായിരുന്നാലും മറ്റുള്ള കാര്യങ്ങൾ വഴിയായിരുന്നാലും ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. തീർച്ചയായും ഗുണം ചെയ്യും. കാരണം കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയൊക്കെ മുൻ മന്ത്രിമാരായിരുന്നു. അവരുടെ പ്രാഗൽഭ്യം മുൻപ് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ഇനിയും തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഇഷ്ടമാതിരി സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടമാതിരി ബഹുജന പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും. ഈ ഗണേഷ് കുമാർ എന്ന വ്യക്തി മന്ത്രിസഭയിൽ വന്നതുകൊണ്ട് ഈ സർക്കാരിന് ഒരു ഗുണവുമില്ല. കാരണം UDF ഭരണത്തിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി കഥകളും പീഡന കഥകളും ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ. ഭരണം മാറിയപ്പോൾ ഇയാളുടെ സ്വഭാവം ശരിയാവുന്നുള്ളത് യാതൊരു തരത്തിലും നീതിക്ക് പുറക്കാത്തതാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുത്തതുകൊണ്ടോ ഈ LDF സർക്കാരിന് ഒരു ഗുണവുമില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. LDFിൻ്റെ 99 MLA-മാരും മാറി മാറി മന്ത്രിസഭയിൽ വന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ LDF സർക്കാരിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകുമെന്നില്ല. നല്ല കാര്യം ഇപ്പോൾ നിലവിൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഓരോ കാരണങ്ങൾ കൊണ്ടും. അതുകൊണ്ട് ഈ ഒരു പുനഃസംഘടന കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നവകേരള സദസ്സ് നടത്തിയിട്ടും പ്രതിച്ഛായ കൂടിയില്ല എന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ കുറയുകയും ചെയ്ത ഗവൺമെൻറ് ഇപ്പോൾ മുഖം മിനുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രിസഭാ പുനഃസംഘടന ഇവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു ഗുണവും ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുന്നില്ല. ആർക്കാണ് നാട്ടുകാർക്ക് സേവനം വേണമല്ലോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ പ്രവർത്തിക്കാനും ചെയ്യാനും പറ്റിയ ആളായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ദോഷം തരുന്ന രീതിയിൽ ഒന്നും വരാൻ പാടില്ലല്ലോ. ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം അല്ലാതെ തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഭരണ സംവിധാനത്തിൽ പുതിയ ഒരു 2 ആളുകൾ വന്നതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പരിചയസമ്പന്നരായ നേതാക്കളാണ്, മുൻ മന്ത്രിമാരാണ്. കടന്നപ്പള്ളി രാമചന്ദ്രനും കെ.ബി. ഗണേഷ് കുമാറിനും പുതിയ ദൗത്യത്തിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.